നല്ല സൂപ്പർ, ഒന്നും പറയില്ലേ. വിളിക്കേണ്ടത് അല്ല അതാണ് ഇവനെ സൂചേട്ടൻ പറിച്ചു വെച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞോളന്മാരൊരു കമന്റ് ഇടാൻ മേലെ, മോനെ നിനക്ക് കിട്ടുന്ന പൈസയെന്ന് അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും പറയാൻ മേലെ. അതൊന്നും എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കിച്ചുവിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറയുന്നത് കിച്ചുവിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഇന്നത്തെ വീഡിയോ പറയാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എടുത്തേക്കുന്നത്. ഇപ്പം കിച്ചുവിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലി ഉണ്ട് കേട്ടോ. ഭയങ്കര സപ്പോർട്ടാണ് അവർ സത്യത്തിൽ ഞാൻ അവരുടെ ചാനലിൻ്റെ പേര് മറന്നു കേട്ടോ. അവർക്ക് ചാനലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കിച്ചുവിനെ വെച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഇവരെടുത്തായിരുന്നു കേട്ടോ. നേരത്തെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. അവരുടെ മോനും ഉണ്ടായിരുന്നത് അവരമ്മയായിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഒരു വരമ്പത്തൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടുള്ള സ്ഥലമൊക്കെ ഇട്ട് നല്ല രസമായിരുന്നു കേട്ടോ കണ്ടത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പ്രകൃതി ഭംഗി തോന്നിക്കുന്ന സ്ഥലവും നല്ല അഭിനയമൊക്കെ ആയിരുന്നു കിച്ചുവിൻ്റെ. നല്ല ഇതായിട്ട് കിച്ചുവിനെ ഞാൻ അങ്ങനെ ആദ്യമായിട്ട് കാണുമായിരുന്നു. കിച്ചു അങ്ങനെയൊക്കെ ഒന്ന് അഭിനയിച്ച് കാണുന്നത് കറക്റ്റ് നമുക്ക് സുതിയായിട്ട് തന്നെ തോന്നും കേട്ടോ. ആ ഒരു ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് സുതിയുടെ ആ ഷേപ്പും കാര്യങ്ങളും ഒക്കെ ഒരു കുറച്ചൊക്കെ എവിടെയോ ഹെയർ സ്റ്റൈലൊക്കെ ഒരു ഇച്ചിരി വ്യത്യാസം, അത്രേ ഉള്ളൂ. അല്ലാതെ കറക്റ്റ് സുതി തന്നെ. ഞാൻ അതിനെ ഓർക്കുകയും ചെയ്തത് ഇവർക്ക് ഭയങ്കര കാര്യമാണ് ഈ കിച്ചുവിനോട് കേട്ടോ. ഭയങ്കര സ്നേഹമാണ്. കിച്ചുവിനെ ഇവർ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇവരുടെ ആ ഒരു റീൽസൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. പിന്നെ ഇവരുടെ ഫാമിലി ആയിട്ടൊക്കെ നല്ല അടുപ്പവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവരൊരു ഷോപ്പ് തുടങ്ങിയപ്പോഴത്തേക്ക് അതിന് ഇനാഗുറേഷൻ വേണ്ടി വിളിച്ചത് കിച്ചുവിനെയാണ് വിളിച്ചത്. കാര്യം അവർക്ക് അത്രയ്ക്ക് കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കിച്ചുവിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാമേ. ഇന്റർനാഷണൽ ലെവലിൽ നമ്മളെ ചെക്കൻ നാടെന്ന് ഉദ്ഘാടനം ചെയ്യണം. ഇവനെ തന്നെയല്ലേ ശരിക്ക് വിളിക്കേണ്ടത്? അല്ല അതാണ് കാരണം ഇവനെ സൂചേട്ടൻ പറിച്ചു വെച്ചിരിക്കുകയാണ്. ഇവനെ തന്നെയാണ്. ഇതിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇവനെ തന്നെയല്ലേ വിളിക്കേണ്ടതെന്ന്. എവിടെയൊക്കെയോ ഉണ്ട്. അത് ഞാൻ പ്രത്യേകിച്ചതായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. കിച്ചുവിനെ തന്നെയല്ലേ വിളിക്കേണ്ടത് എന്നൊക്കെ ഇവർ ചോദിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് പലരും ഇനാഗുറേഷന് പോകുന്നതും ആ വേഷം കെട്ടലും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നത്, ഈ ഒരു കമൻറ്റ് ഈ ഒരു ഇതിനൊക്കെ താഴെയായിട്ടൊക്കെ ഉണ്ടല്ലോ, ഇത് പല ചാനലുകാരാണ് എടുത്ത് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിലൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടതാണ് ഇവരിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇവൻ രേണുവിൻ്റെ പേരിൽ ഫേമസ് ആയവനല്ലേ എന്ന്. ഈ കമൻറ്റ് ഇടുന്നവർക്ക് ഇച്ചിരിയെങ്കിലും തലയ്ക്ക് വെളിവുണ്ടായിരുന്നു. കാര്യം ഈ രേണു ആരുടെ പേരിലാണ് ഫേമസ് ആയത്? സുധിയുടെ പേരിൽ. സുധിയുടെ ആരാണ്? ഇത് മകനല്ലേ. ഈ കൊച്ചിനെ പറ്റി നമ്മൾ നേരത്തെ മുതൽ സുധി പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുഞ്ഞിനെ കൊണ്ട് പ്രോഗ്രാമിന് പോകുമ്പോൾ പോയിട്ടുള്ള കാര്യങ്ങളും ഈ കൊച്ചിനെ സുധി എത്രമാത്രം സ്നേഹിക്കുന്നുള്ള കാര്യം ഈ രേണു പോലും ഈ സുധിയുടെ ജീവിതത്തിലേക്ക് വരാൻ കാരണം ഈ കിച്ചുവായിരുന്നു. അതുകൊണ്ടാണ് വന്നത്, ഇല്ലെങ്കിൽ ഒരിക്കലും വരികയില്ല. എന്നിട്ട് പറയുകയാണ് രേണുവിൻ്റെ പേര് ഫേമസ് ആയിക്കോണം ഈ കൊച്ചെന്ന്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന എനിക്ക് തന്നെയല്ല. ഈ ഒരു ഇനാഗുറേഷൻ നടക്കുന്നതിനൊക്കെ ശരിക്കും കമൻറ്റിലൂടെ നല്ല ഇതാണ് ഈ കൊച്ചിനെ പറയുന്നത്. അതിന് ഒരിക്കൽ എന്താ പറയുക, നമ്മൾ ഈ മലയാളികളുടെ ഒരു സ്വഭാവമുണ്ട്, തെറ്റ് തിരുത്തി വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ വീണ്ടും മോശക്കാരാക്കുക. തെറ്റിലേക്ക് വീണ്ടും പോകുന്നവരെ പൊയ്ക്കൊണ്ടിരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക. അതാണ് കുറേ എല്ലാ മലയാളികളെ എല്ലാവരും പറയുന്നത്. കുറേ എണ്ണങ്ങളുണ്ട് അങ്ങനെ കുറേ അസുഖം പിടിച്ചതുങ്ങൾ. ഈ കൊച്ചിൻ്റെ വീടിൻ്റെ താഴെ വന്നിച്ച് പറയുന്നതിന് ഇപ്പോൾ മയക്കുമരുന്നാ മറ്റതാ മറിച്ചതാ, പക്ഷെ അതിനൊന്നും റിയാക്ട് ചെയ്തില്ല കേട്ടോ. അതാണ് മര്യാദയും തന്നെ പറഞ്ഞത്. കാര്യം ഇങ്ങനെയുള്ളതിനൊന്നും റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല, വെറും ചവറുകളാണ്. അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യാത്തത്. അപ്പോൾ ഈ കിച്ചു ഒരു കമൻ്റ് എടുത്തും ഒന്നും റിയാക്ട് ചെയ്യാനോ ഒന്നും പറയാനോ എടുക്കാനോ ഒന്നിനും വന്നിട്ടില്ല. എന്നിട്ട് ഈ കൊച്ചിൻ്റെ അതിനകത്ത് ഒത്തിരി പേര് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്ന് നമുക്ക് കമൻറ്റ് കാണുമ്പോൾ തന്നെ അറിയാം. അവരൊക്കെ പ്രൊഫൈലൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അങ്ങനെ കുറേ എണ്ണങ്ങൾ വന്നിച്ച് കൊച്ചിനെ അങ്ങ് പച്ചയ്ക്ക് അങ്ങ് ഓരോന്നിരുന്നങ്ങ് പറഞ്ഞോളുക. ഇത്രയും നാൾ രേണു വളർത്തിയില്ലേ, ഇനിയിപ്പോൾ തന്നെ വളരാറായപ്പോഴത്തേക്ക് അവളെ തള്ളിക്കളഞ്ഞു. നിങ്ങൾ ഈ കൊച്ചിടയ്ക്കൊരു വീഡിയോ ചെയ്ത് കണ്ടിട്ടാണോ നിങ്ങൾ ആരെങ്കിലും ഈ പറയുന്നത്? അവൻ്റെ അവസ്ഥകൾ മൊത്തം വന്ന് പറഞ്ഞപ്പോൾ അതിനും കുറ്റമായിരുന്നു. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ അവനവൻ്റെ ജീവിതത്തിൽ വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ആ കുഞ്ഞ് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ അതിനൊക്കെ അഡിക്റ്റ് ആയെന്നും അവൻ എന്തുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ഇവരുടെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നെന്നും ഒക്കെ ആ കൊച്ചെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ. ആദ്യത്തെ ഒരു ഉദ്ഘാടനം എന്ത് പറയാനാണ്? സന്തോഷം. ഇവര് തന്നെ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇനിയും കിച്ചുവിന് പുതിയ ഉദ്ഘാടനങ്ങൾ കിട്ടും. ഉണ്ടാവട്ടെ, നാവും മുന്നാവട്ടെ. അതിന് കിട്ടും. ഇതൊരു തുടക്കമില്ലേ? ഉണ്ടാവട്ടെ, കിട്ടട്ടെ. അത് തന്നെ, ഇനി ഇതൊക്കെ ഒരു തുടക്കമാകട്ടെ. ഇത് നല്ല രീതിയിൽ ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ചോദിക്കുന്നുണ്ട്, കിച്ചു രേണുവിനെ കണ്ടായിരുന്നോ, ഋതപ്പനെ വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പറയുന്നതെല്ലാം ജെനുവിനായിട്ടാണ് ഈ കൊച്ചു പറയുന്ന കാര്യങ്ങളുണ്ട്. രേണുവിനെ പോലെ വലിയ ഈ എന്നതാ ഉണ്ടാക്കി പറയുന്ന വർത്തമാനം പോലെ നമുക്ക് തോന്നാറില്ല. ഋതപ്പനെ വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഇല്ല, അന്ന് പോയപ്പം കണ്ടതാണ്, പിന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഉള്ള സത്യങ്ങൾ പറഞ്ഞു. രേണുവിനെ വേണ്ട അങ്ങനെയാണോ? ഋതപ്പ എന്ന് പറഞ്ഞ ഉടനെ ഫോൺ എടുക്കും, ഋതപ്പനെ വിളിക്കും, അത് കഴിയുമ്പോൾ കിച്ചുവിനെ വിളിക്കും. ഇതൊക്കെയായിരുന്നു ഇവർ കാണിച്ചത്. ഇവർ ആ ഷോ എല്ലാം കാണിക്കുന്ന സമയത്തും ഈ കൊച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതിന് മാത്രമേ അറിയത്തുള്ളായിരുന്നു. ഇതിന് മാത്രം എപ്പോഴും വന്നിച്ച് ഇതിൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യാറുണ്ട്, നിൻ്റെ അമ്മ ചെയ്യുന്നതിന് മര്യാദയ്ക്ക് പറഞ്ഞ് നിർത്തലാക്കാൻ വരുന്നത്. ഇത് പറഞ്ഞാൽ കേൾക്കുന്ന സാധനമൊന്നും അല്ലത്. ഇതൊന്നല്ല ലോകത്ത് ഒടയതമ്പുരാൻ വന്ന് പറഞ്ഞാൽ പോലും കേൾക്കുന്ന സാധനമല്ലത്. അതുകൊണ്ട് അതിനെപ്പറ്റി പറയണ്ട. അങ്ങനെ കിച്ചുവിൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. രേണു കഴിഞ്ഞ ദിവസം അഭിലാഷിൻ്റെ
ഭാര്യയുടെ വളകാപ്പോ അങ്ങനെയുള്ള സംഭവം അതിന് ചെന്നപ്പോഴത്തേക്ക് കൊല്ലത്തം കണ്ടാണ് ഇത് അവരുടെ വീടും തോന്നുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് വീട്ടിൽ വന്നായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം. നല്ല കൊല്ലത്തെല്ലാം വന്നായിരുന്നു. ആണോ? അറിയാൻ വയ്യ. വിളിച്ചായിരുന്നോ? ഇല്ലില്ല, വിളിക്കാറില്ല അങ്ങനെ ഇപ്പൊ. ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, വളകാപ്പ് ചടങ്ങിന് വന്നായിരുന്നു. അതിന്റെ റീല് ഞാൻ കണ്ടേ. അവനത്ര മാന്യമായിട്ട് പറഞ്ഞു അതിൻ്റെ റീൽ ഞാൻ കണ്ടായിരുന്നു. രേണു ആണെങ്കിലോ ഞാൻ ഇതൊന്നും കാണാറില്ല, ഞാൻ ഇതൊന്നും കേൾക്കാറില്ല, ഞാൻ ഇതൊന്നും മിണ്ടാറില്ല, അറിയാറില്ല, ഒന്നും അറിയാറില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കിച്ചു പറയാനുള്ളത് സത്യസന്ധമായിട്ട് പറഞ്ഞു. കിച്ചുവിൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കിച്ചുവിന് പറയേണ്ടതാണെങ്കിൽ മാത്രം കിച്ചു മറുപടി കൊടുക്കുന്നുണ്ട്, അല്ലാത്തതിന് കിച്ചു മറുപടി കൊടുക്കുന്നില്ല. പിന്നെ കിച്ചുവിനോട് ചോദിക്കുന്നുണ്ട്, പുതിയ ഷോപ്പ് തുടങ്ങുന്നതിനെ പറ്റി ചോദിക്കുന്നുണ്ട്, പുതിയൊരു ഷോപ്പ് തുടങ്ങുന്നതിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിച്ചുവിനോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ കിച്ചുവിൻ്റെ പഠിത്തത്തെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. പഠിത്തം കംപ്ലീറ്റ് ആയത്? അത് കംപ്ലീറ്റ് ആയില്ല. മൊബൈൽ ടെക്നീഷ്യൻ? ഇല്ലില്ല, ഞാൻ ആനിമേഷൻ VFX ആയിരുന്നു, കംപ്ലീറ്റ് ആയിട്ടില്ല. വേറെ കുറച്ച് പരിപാടിയിലോട്ട് ഇങ്ങനെ നിൽക്കുന്നു. വ്ളോഗിലോട്ടൊക്കെ പോയി ബിസി ആയിക്കാണ്? ബിസി ആയിട്ടൊന്നുമില്ല. കുറച്ച് ഈ തുടങ്ങുന്നതിന്റെ ഈ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങി, അതിന്റെ പുറകിൽ കുറച്ച് ബിസിയാണെന്ന് ഇപ്പോൾ രേണുവിനോടാ ചോദിക്കുന്നത്. രേണു പറയും ഭയങ്കര ബിസിയാണെന്ന് പറഞ്ഞിട്ട് വരും. കിച്ചു പിന്നെ ഉള്ളതുപോലെ പറയുന്നുണ്ട് കേട്ടോ. അത് വേറൊരു കാര്യം ഇതിനകത്ത് കിച്ചുവിനോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കിച്ചുവിൻ്റെ ഈ കാര്യം ഒന്ന് എടുത്തിട്ടത്. ഒന്നാമത് ഈ ഓൺലൈൻ മീഡിയക്കാരെന്ന് പറഞ്ഞാൽ ശകലം പോലും വിവരം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. രേണുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ വെച്ചാണെങ്കിലും കിച്ചുവിനോട് വെച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണെങ്കിലും വെച്ച്, പക്ഷേ കിച്ചു എന്ന് പറഞ്ഞാൽ അത് ആ ഒരു പറഞ്ഞിട്ട് കിച്ചു അങ്ങ് പോവുക, നിന്ന് കൊടുക്കാറില്ല. അതുകൊണ്ട് ഇവന്മാർ പുറകെ പിന്നെ പോകാത്തത്. ഒരു പ്രാവശ്യം ഇവന്മാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അവോയ്ഡ് ചെയ്ത് കളയാനുണ്ടല്ലോ. ഇവന്മാർ പിന്നെ ഇങ്ങനെ ഒന്നിക്കുക. രേണു കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഇനി വല്ലതും ചോദിക്കാനുണ്ടോ, ഇനി വല്ലതും ചോദിക്കാനുണ്ടോ, 20 വയസ്സുള്ള കൊച്ചിനെ വരെ ഞാൻ കല്യാണം കഴിക്കാൻ തരണം, ഈ കിച്ചുവിനെ അവൾ മകനാന്ന് പറഞ്ഞിട്ടല്ലേ കൂടെ കൂട്ടിയത് അല്ലേ? ഈ കിച്ചുവിന് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? അവർ വിവാഹം കഴിക്കുന്നതിന് മുമ്പൊന്നും ആരും പറയുന്നില്ലൊന്നും. പക്ഷേ ഈ പറയുന്നതിനൊക്കെ ഒരു മര്യാദയില്ല, ഒരു അഭിമാനം വേണ്ട എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേക്ക്. അവർ വിവാഹം കഴിച്ചോട്ടെ, ഇനിയിപ്പോൾ അവർ പറയും എന്നേക്കാൾ 1 വയസ്സിൻ്റെ ഇളതാണെങ്കിലും ഞാൻ കേട്ടും, അല്ലെങ്കിൽ എന്നേക്കാൾ ഒരു 3 വയസ്സിൻ്റെ ഇളതാണെങ്കിലും ഞാൻ കല്യാണം കഴിക്കും എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു രസമുണ്ട് കേൾക്കാനായിട്ട്. ആരും ഒന്നും പറയാൻ പറ്റത്തില്ല. ഇത് 20 വയസ്സുള്ള കൊച്ചിനെ ഞാൻ കല്യാണം കഴിക്കും എന്തൊക്കെയാണ് പറയുന്നത്. അവനിഷ്ടമാണെങ്കിലും എനിക്ക്. അപ്പോൾ പിന്നെ ആ വരുന്നവൻ ഇവളെ എന്നാന്ന് വിളിക്കും? അമ്മച്ചിന്ന് വിളിക്കൂ? സത്യത്തിൽ നാണമുണ്ടോ നിനക്ക്? നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ 20 വയസ്സുള്ള കൊച്ചുണ്ടായിരുന്നേ. എല്ലാവരും വെറുതെ രേണു 45 എന്നൊക്കെ അങ്ങനെ വെച്ചൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ 35-45 പോട്ടെ, ഇനി 40 എന്ന് പറഞ്ഞാലും വേണ്ട, ഇനി 35 ആയിക്കോട്ടെ, അല്ലെങ്കിൽ 35, 36, 37 ഒക്കെ ആയിക്കോട്ടെ. എന്നാൽ ഈ പ്രായത്തിലുള്ളൊരു ചെറുക്കനെയൊക്കെ കെട്ടുക എന്ന് പറഞ്ഞാൽ അത് 1-2 വയസ്സിന് വ്യത്യാസത്തിൽ പ്രായത്തിലുള്ള പിള്ളേർ വരെ ഉണ്ടാകും. ആ നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചാൽ 20 വയസ്സുള്ള ചെറുക്കൻ്റെ പ്രായം വെച്ച് പറയുമ്പോഴത്തേക്ക് ശകലം പോലും അഭിമാനം എന്നാണെന്നോ അന്തസ് എന്നാണെന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ മറ്റുള്ളവരുടെ സത്യം പറഞ്ഞാൽ ഈ കിച്ചു നാണം കെട്ട് തല താഴ്ത്താണ് ഈ പലയിടത്തും നിൽക്കുന്നുണ്ട്. ഈ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ രേണുവിൻ്റെ കഥകൾ ഈ കിച്ചുവിനോട് ചോദിക്കാതിരിക്കുക. അതെങ്ങനെയും ജീവിച്ച് പൊക്കോട്ടെ. നിങ്ങൾ രേണുവിൻ്റെ കാര്യം പറയുന്നത് തന്നെ എങ്ങനെയും ഈ പാവം കൊച്ച് ജീവിച്ച് പൊക്കോട്ടെ. അതെങ്ങനെയും ആർക്കും ശല്യമില്ലാതെ ഒരു സൈഡിൽ കൂടെ അത് പോകുന്നത്. അവൻ അത്യാവശ്യം യൂട്യൂബിൽ വീഡിയോസ് വിട്ട് പിന്നെ ഇങ്ങനെയുള്ള ഇനാഗ്രേഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ അത്യാവശ്യം അവനുള്ള പൈസ ഉണ്ടാക്കി അവൻ ജീവിച്ച് പോകുന്നുണ്ട്. സ്വന്തമായിട്ടൊരു ബിസിനസ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവൻ അവൻ്റെ ജീവിതമാർഗ്ഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതും അന്തസ്സായിട്ട് അഭിമാനത്തോടു കൂടി. കാര്യം സുധിയുടെ മോനാണ് ആ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അവന് തലയുയർത്തി തന്നെ നടക്കാവുന്ന രീതിക്കാണ് അവനോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഈ രേണു കാണിക്കുന്ന എന്നതാ. ഇപ്പോൾ കിച്ചുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം ചോദിക്കുന്നതിനോട് നിന്നോട് ഇങ്ങനെ ഒരാൾ ഈ ചോദ്യം ചോദിച്ചാൽ നീ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നിന്നോട് ഈ ചോദ്യം ചോദിച്ചവനോട് ഇങ്ങനൊരു കാര്യം ചോദിച്ചാൽ നീ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നീ സന്തോഷത്തോടെ ആയിരിക്കും വർത്തമാനം പറയുന്നത്? ഒരു മനുഷ്യനെ ഉണ്ടല്ലോ തകർക്കാൻ ഇവന്മാരെ കഴിഞ്ഞുള്ള ആൾക്കാർ. നല്ല സൂപ്പർ, ഒന്നും പറയില്ലേ. ഇതാണ് കിച്ചുവിന് പറയാൻ. ഇതാണ് കൊച്ചിന് പറയാനുള്ളത്. കിച്ചുവിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചത് രേണുവിൻ്റെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ വീഡിയോസിനെ പറ്റിയാണ്. അന്നാ കെട്ട് പോത്തിട്ട് കാണിക്കുന്ന മാതിരി കാണിച്ച കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. ആ കൊച്ചിനോട് ചോദിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളാണോ അത്? അതൊക്കെ അതിനോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതന്നേരം പറഞ്ഞ കേട്ടോ, ഒന്നും പറയാനില്ല, സൂപ്പറാണെന്ന് അത്രയേ ഉള്ളൂ ഇനി പറയാനുള്ളത്. അതിനൊന്നും പറയില്ല. അതിൻ്റെ ആ പോക്ക് കണ്ടെന്നിട്ട് ആ ഒരു കൂട്ടുകാരൻ കൊച്ചു കണ്ടു. അതൊരു ആശ്വാസത്തിൻ്റെ രീതിയിലാണ് ആ കൊച്ച് ആ തോളെ കയറ്റം. ഞാൻ പറയില്ല, ഈ ഒരു ഫാമിലി ഇവർ ഭയങ്കര സപ്പോർട്ടാണ് കിച്ചുവിന്. കിച്ചുവിനോട് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ആ പയ്യൻ്റെ അമ്മയ്ക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അവർ ഭയങ്കര കാര്യമായിട്ടാണ് കിച്ചുവിനെ കൊണ്ട് നടക്കുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കിച്ചുവിനോട് ഇങ്ങനെ ചോദിക്കാനൊക്കെ കിച്ചു ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അവർ പിന്നെ ബാക്കി മൊത്തം കിച്ചുവിൻ്റെ കൂട്ടുകാരും അവരൊക്കെ ആയിട്ടുള്ള അവർക്ക് കിച്ചു ഒരുപാട് ഉയർന്ന് കാണാനും നല്ലൊരു നിലയിലെക്കാനും ഒക്കെ ആയിട്ട് അവർ പറയുന്നുണ്ട് കിച്ചുവിനെ വേണ്ട ഇങ്ങനെയുള്ള ഷോർട്ട് ഫിലിമിനും. കാര്യം സുധിയുടെ ഒരു ലേബലിൽ കയറിപ്പോണ്ട് പൂർണ്ണമായിട്ട് ഒരു യോഗ്യനുള്ള ഒരാൾ കിച്ചു തന്നെയാണ്. കാര്യം അവൻ്റെ അച്ഛൻ്റെ ഇത് തന്നെയാണ്. അവനൊരിക്കലും അങ്ങനെ ചീത്തപ്പേര് വരുന്ന രീതിയിൽ കയറി പോകുകയില്ല, നല്ല രീതിക്ക് തന്നെ പോകുള്ളൂ. പക്ഷേങ്കിൽ സ്വന്തം ഭർത്താവ് മരിച്ച ഭർത്താവിൻ്റെ പേര് വെച്ച് മോശമായിട്ട് എത്രയും തരം താഴാമോ അത്രയും തരം താഴ്ന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിരിക്കുകയാണ് ഈ പുള്ളിക്കാരി.
ഇവർ എത്രമാത്രം എല്ലാവരും പറയും ഇവരെ എടുത്ത് വെച്ചിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, ഇവർ എന്തിനാണ് പറയുന്നത്? ഇവരെ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർ ഇത്രയും മര്യാദയ്ക്ക് നിൽക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലരൊക്കെ ഒന്നിച്ച് പറയും നീ അങ്ങനെ നടക്കുന്നത് മറ്റേ, അതൊക്കെ നിങ്ങളുടെ സംസ്കാരം, അത്രേ പറയാനുള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ നല്ലതായിട്ടൊരു കാര്യം കാണുമ്പോൾ നല്ലതായിട്ട് നിങ്ങൾ പറ. ഈ കിച്ചുവിനെ വരെ പോയി നിങ്ങളൊക്കെ ഈ നെഗറ്റീവ് പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നില്ല, നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പോൾ എന്നാന്ന് മനസ്സിലാകുന്നില്ല. അത് മാന്യമായിട്ട് അവൻ ഡ്രസ്സ് ഇട്ട് മാന്യമായിട്ട് അവൻ ജോലി ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്, അല്ലാതെ തോന്നിവാസ രീതിയിൽ കൂടെ നടക്കുന്ന കാര്യമല്ല. പിന്നെ രേണുവിൻ്റെ ഇങ്ങനെ നടക്കുന്ന പൈസ കിട്ടാൻ മേടിക്കൊണ്ട് ചെല്ലുന്നുമില്ല. ഇനി നമുക്ക് വേറൊരു കാര്യം കേൾക്കാം കേട്ടോ. ഇത് രേണു പറയാറുണ്ട്, രേണു ഒരു വീഡിയോ കാണാറില്ല, രേണു ഒന്നും കേൾക്കാറില്ല, ഞാൻ നോക്കാറില്ല, സജിന ചേച്ചി പറയുമ്പോഴാണ് ഞാൻ കാണുന്നത് അറിയുന്നത് എന്നൊക്കെ പറയും. രേണു ഇപ്പോൾ എല്ലാ വീഡിയോയും കാണാറുണ്ട്, പ്രത്യേകിച്ച് കിച്ചുവിൻ്റെ വീഡിയോസ് പുള്ളിക്കാരി ഒന്നും വിടുകയല്ല. കാര്യം ഇപ്പം പച്ച പിടിക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും അറിയണ്ടേ. പുള്ളിക്കാരിക്ക് എവിടെയും പണമാണല്ലോ മുഖ്യം. പണത്തിനോട് ആർത്തി മൂത്ത് ഇവർക്ക് പ്രാന്തായിട്ട് നടക്കുന്നതാണ്, അല്ലാതെ വേറെ ഒരു പ്രശ്നം ഇവർക്കില്ല. അപ്പോൾ ഇവർക്ക് കിച്ചു പച്ച പിടിക്കുന്നുണ്ടോ, കിച്ചു രക്ഷപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഇവർ നോക്കുന്നുണ്ട്. അങ്ങനെ കിച്ചുവിൻ്റെ ഒരു വീഡിയോയ്ക്കിടയിൽ ഇവരൊരു കമൻറ്റ് വന്നിരിക്കുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് തവണ കിച്ചു റിതപ്പനെ കാണാൻ പോയപ്പോഴും അതിനകത്ത് കമൻറ്റ് വന്നായിരുന്നു, മോനെ നീ അനിയനെ പോയി നോക്കണം, അനിയൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അനിയനെ നീ അവിടെ കയ്യിലോട്ട് വിട്ട് കൊടുക്കരുത്, ആ കുഞ്ഞിനെ ആരുമില്ല, നീയേ ഉള്ളൂ, നീ വേണം അവനെ നോക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് പല ഇതായിട്ട്. ഒത്തിരി അമ്മമാർ, കാര്യം ആ കുഞ്ഞ് നീ ചെല്ലുമ്പോഴാണ് സന്തോഷമായിട്ട് കാണുന്നത്. അതും കറക്റ്റാണ് പറയുന്നത് കേട്ടോ. നല്ലൊരു വൃത്തിക്കും മെനക്കും കാണുന്നത് കിച്ചു ചെല്ലുമ്പോഴാണ്, റിതപ്പൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ എല്ലാം പറഞ്ഞ് ആ കൊച്ചിനെ ഒരുപാട് കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കിച്ചുവിൻ്റെ വീഡിയോയ്ക്കകത്ത്. ഒത്തിരി എല്ലാ അമ്മമാരാണ് കൂടുതലും കമൻറ്റ് ഇടുന്നത്, മോനെ അവനെ ഒരിക്കലും നീ കളയരുത് എന്നും പറഞ്ഞിട്ടൊക്കെ. അവൾ ആ കൊച്ചിനെ നോക്കാൻ പോകുന്നില്ല, നീ വേണം അതിനെ നോക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തർ കമൻറ്റ് ഇടുന്നത്. പക്ഷേ ഇത്രയും നാളും പുള്ളിക്കാരി ഇങ്ങനെയുള്ള കമൻറ്റ് ഇട്ട് ഒന്നും കണ്ടില്ല കേട്ടോ. ഇപ്പോൾ പുള്ളിക്കാരി അത് കണ്ടു, ആ കമൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അത് ഈ രേണു പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം. നമസ്കാരം, രേണു സുധിയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു കമൻറ്റിനെ പ്രതികരിക്കാൻ വന്നതാണ്, എൻ്റെ വീഡിയോയ്ക്കകത്തല്ല. കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് ഒരു കമൻറ്റ് ഇട്ടേക്കുന്നത്, മോനെ അവളുടെ കയ്യിൽ നിന്ന്, രേണുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഋതു, അതായത് സുധിച്ചേട്ടൻ്റെ ഇളയ മകനെ നീ രക്ഷിച്ചെടുക്കടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അത് ചിരി വന്നതെന്നറിയാം. കൊല്ല സുധീച്ചേട്ടൻ്റെ മൂത്ത മോന് വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് വന്നു, രണ്ടാമത്തെ മോൻ ഇതുവരെ എന്തിനാണ് ഇത്ര എതിർത്ത്, ഞാൻ സുധിച്ചേട്ടൻ്റെ ഭാര്യയാണ്, ഞാനേ ഉള്ളു ഭാര്യയായിട്ട്, ഋതപ്പൻ സുധിച്ചേട്ടൻ ഇങ്ങനെ ഇവർ എടുത്ത് സുധിച്ചേട്ടൻ്റെ രണ്ടാമത്തെ മോനെ എന്നും പറഞ്ഞുകൊണ്ട് നോക്കണമെന്നും പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പറയുന്നത്. ഈ സുധിയുടെ പേര് എടുത്തു വെച്ച് പറഞ്ഞ കിച്ചു എന്ന് പറഞ്ഞു വെച്ച് പിന്നെ ഋതപ്പനെ സുധിച്ചേട്ടൻ്റെ രണ്ടാമത്തെ മോനെന്ന് പറയാൻ പറ്റത്തില്ല. അതിനാണ് ആദ്യം സുധിച്ചേട്ടൻ്റെ മൂത്ത മോൻ എന്ന് പുള്ളിക്കാരി പറഞ്ഞു തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോഴല്ലോ എൻ്റെതോ മറ്റുള്ളവരുടെ മുന്നിൽ ഇതാണ് ഇപ്പം കൊച്ചിൻ്റെ അച്ഛൻ സുധിയാണ് എന്നും പണ്ട് ഇവരങ്ങ് അങ്ങ് മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കി മനുഷ്യനെ അങ്ങ് ഇതാക്കുവാണ്, നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ള രീതിക്ക്. നിങ്ങൾ ഇത്രയൊന്നും മെനക്കെടേണ്ട കാര്യമൊന്നുമില്ല, ആ കൊച്ചു സുധിയുടെ ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. നിങ്ങൾ ഷെബീന ബീബിയെ ചൊല്ലിട്ടാണ് അവർ അങ്ങനത്തെ ഡയലോഗ് കൊണ്ട് വന്നത്. പിന്നെ നിങ്ങൾ എന്നതിനാണ് ടെൻഷൻ അടിക്കുന്നത്? അത് നിങ്ങളുടെ കൊച്ചാന്ന് പറഞ്ഞാൽ അത് സുധിയുടെ കൊച്ചു തന്നെയാണ്. അല്ലെങ്കിൽ കിച്ചുവിൻ്റെ വീഡിയോയ്ക്ക് വഴിയിൽ ഞാനൊരു കമൻറ്റ് കണ്ടു, ഋതപ്പനെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോരെ, ഇത്രയും ഇങ്ങനെ വെളുപ്പിക്കുന്ന രീതിക്ക് അങ്ങോട്ട് പറയാൻ ഇതൊരു വെളുപ്പിക്കലായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ എടുത്ത് പറയുമ്പോഴത്തേക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കമൻറ്റ് ഇടുന്ന മിടുക്കികളും മിടുക്കന്മാരും എന്ത് ചെയ്യും? കുഞ്ഞിന് ബാഗ്, ഇപ്പോൾ സ്കൂൾ തുറക്കുക, ബാഗ് ഞാൻ തന്നെ വേണ്ട മേടിച്ചു കൊടുക്കും. പിന്നെ എങ്ങനെയാ? പിന്നെ ഈ പറഞ്ഞോളന്മാരൊരു കമൻറ്റ് ഇടാൻ മേലെ, മോനെ നിനക്ക് കിട്ടുന്ന പൈസയെന്ന് അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും പറയാൻ മേലെ? അതൊന്നും പറയുന്നില്ലല്ലോ. അപ്പം ഞാനല്ലേ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത്, അപ്പം ഞാൻ നോക്കിക്കോളാം കേട്ടോ, വൃത്തിയായിട്ട്. ഇതിൽ നിങ്ങൾക്ക് എന്നതേലും മനസ്സിലായി, ഇത് കിച്ചുവിനുള്ളൊരു റിയാക്ഷനാണ്, അല്ലാതെ കമൻറ്റിനുള്ളൊരു റിയാക്ഷൻ അല്ല ഇത്. എൻ്റെ പൊന്നു രേണു, ഇത്രയും തൊലിക്കട്ടി നിങ്ങളെ ഞാൻ സമ്മതിച്ച് തന്നേക്കുവാ. ഇത് ഏത് മനുഷ്യർക്കും കേട്ടാലറിയാം കിച്ചു ഇത് കാണണം. കിച്ചു എന്നാണ് രേണുവിൻ്റെ റീൽസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് കിച്ചു ഋതപ്പന് സ്കൂൾ തുറക്കാറായി, ഡ്രസ്സും ബാഗും ബുക്കും ഒക്കെ മേടിച്ച് കൊടുക്കണം കിച്ചു വന്നേച്ച്. അതിനാണ് ഇങ്ങനൊരു കമൻറ്റ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളുടെ മകന് നിങ്ങളാ മേടിച്ചു കൊടുക്കേണ്ടത്, അല്ലാതെ വേറെ ആരുമല്ല മേടിച്ചു കൊടുക്കേണ്ടത്. എൻ്റെ കുഞ്ഞിന് ഞാനാണ് മേടിച്ചു കൊടുക്കേണ്ടത്. ആ കിച്ചുവിൻ്റെ കൂടെ പേരിലുള്ള വീട്ടിൽ നിന്ന് ആ കൊച്ചിന് ഒരു അവകാശം ഇല്ലാത്ത പോലെ അത് ഒഴിഞ്ഞു മാറി തന്നില്ലേ? എന്നിട്ട് ഇപ്പം വീണ്ടും അതിന് പുസ്തകം മേടിക്കാൻ, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനൊരു ബുക്ക് മേടിക്കാനും ബാഗ് മേടിക്കാനും നിങ്ങളെ കൊണ്ടൊരു വായിക്കകത്ത് പല്ലും സ്ക്രൂ ഒക്കെ ഫിറ്റ് ചെയ്യാനായിട്ട് 4 ലക്ഷം രൂപ ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ. അതിന് നിങ്ങളുടെ പൈസയുണ്ട്, നിങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ പൈസയുണ്ട്, ഈ ചെരുപ്പ് വാങ്ങിക്കാൻ പൈസയുണ്ട്, ഈ ലോകമായി ലോകം മൊത്തം നിങ്ങൾക്ക് ഊരുറ്റാൻ പൈസയുണ്ട്. സ്വന്തം കുഞ്ഞിന് കൂടി വന്നാൽ ആ കൊച്ചിനൊരു പുസ്തകം വെച്ചിട്ട് 500 രൂപയിൽ അകത്തുള്ളല്ലോ, 500 പോട്ടെ, 1000 രൂപ നിൽക്കുന്നതാവുമല്ലോ ഒരു ബാഗ്. ഇപ്പോൾ എല്ലാ ഓഫറുകൾ ഒരുപാടുണ്ട് ബാഗും കാര്യങ്ങൾക്കും ഒക്കെ. അങ്ങനെ ഒരുപാട് ഓഫറും കാര്യങ്ങളുള്ളടുത്ത് നിങ്ങൾക്കൊരു ബുക്കോ ഒരു ബാഗ്, ഇത് നിങ്ങൾ പണ്ട് എന്താണെന്നറിയോ, നിങ്ങളിതിലേക്കൊക്കെ വന്ന സമയത്ത് കൊച്ചിന് ബുക്ക് മേടിക്കാൻ നിവർത്തിയില്ല എന്നും പറഞ്ഞ് നിങ്ങളൊരു വീഡിയോ ചെയ്തായിരുന്നു. എന്നിട്ട് നിങ്ങളുടെ പള്ളിയിലെ ബിഷപ്പോ ആരാണ്ട് മേടിച്ച് തന്നു എന്നും പറഞ്ഞ് നിങ്ങൾ അതും പറഞ്ഞു വന്നായിരുന്നു.
അതുപോലെ ഇരിക്കുന്നു. ഇത്രയും പൈസ ഉണ്ടാക്കി ഗൾഫിൽ പോയിട്ട് ഒന്നിച്ച് പുതിയ കാർ ഇനി എടുക്കാൻ പോകുന്നു, സ്ഥലം മേടിക്കാൻ പോകുന്നു, ഇത്രയും ചെയ്യാൻ പോകുന്ന നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയിട്ട കമൻറ്റിന് എന്നാ തോന്നാനാണ് നിങ്ങൾക്ക്? ഒന്നും തോന്നിയിട്ട് കാര്യമില്ല. അവർ പറഞ്ഞത് തന്നെ, കിച്ചു നീ ഋതപ്പനെ നോക്കണം, രേണു നോക്കരുതെന്ന് പറയേണ്ട കാരണം എന്നാ, ആ കുഞ്ഞ് എപ്പോഴും ഈ കിച്ചു ചെല്ലുമ്പോഴാണ് സന്തോഷമായിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കമൻ്റ് ഇട്ടത്. അതിന് നിങ്ങളെടുത്ത് വെച്ച് ഈ കിച്ചു കൊണ്ടുവന്ന് പൈസ തരാമെന്ന് നാട്ടുകാർ കിച്ചുവിനോട് പറയേണ്ട കാര്യമൊന്നുമില്ല. എനിക്കിത് കേട്ടപ്പോൾ ഉണ്ടല്ലോ ശരിക്കും തോന്നിയെന്നറിയാം. ശരിക്കും പൈസയ്ക്ക് ഇവർക്ക് നല്ല ആർത്തിയാണ്, നല്ല ആർത്തി. ഇത് കിച്ചു കാണണം, കിച്ചു വന്നു, കിച്ചു ഇപ്പോൾ പുസ്തകം മേടിച്ചുകൊണ്ട് ചെന്നാലും ബാഗ് മേടിച്ചുകൊണ്ട് ചെന്നാലും ഋതപ്പന് മാത്രമായിട്ട് മേടിച്ചുകൊണ്ടെല്ലാം പറ്റുമോ? ഒരിക്കലുമില്ല. അവിടെയുള്ള 2 പിള്ളേർക്കൂടെ അത് മേടിച്ചുകൊണ്ട് കൊടുക്കണം. ആ 2 കുഞ്ഞുങ്ങൾക്ക് ഓസിന് അതങ്ങ് നടക്കും, അത്രയേ ഉള്ളൂ. നാണമുണ്ടോ നിനക്ക്? എവിടെ ഓസിന് പരിപാടി ഉണ്ടോ അവിടെ എല്ലാം പുള്ളിക്കാരിക്ക് അത് വേണം. ഇപ്പോൾ ആ കൊച്ചൊരിച്ചിരി പച്ച പിടിച്ചു, അവനൊന്ന് ഇച്ചിരി രക്ഷപ്പെട്ട് വരുന്ന നിലപ്പത്തേക്ക് അവൻ്റെ പാത്രത്തിൽ പോയി കൈയിട്ട് വരാൻ പോയി. ഇത് പറയുമ്പോൾ ചിലർ പറയും രേണു അല്ലേ അവനെ ഇത്രയും നാൾ നോക്കി, എന്നാ നോക്കിയെന്നാണ് പറയുന്നത്. സുധി ഉണ്ടായിരുന്ന കാലം സുധിയല്ലേ ചിലവിന് കൊടുത്തോണ്ടിരുന്നത്. സുധി മരിച്ചു കഴിഞ്ഞ് കൊച്ചു എത്ര നാൾ അവിടെ നിന്നു? ആ സമയത്ത് ഈ തന്തയുടെ പേരിൽ തന്നെ ഇഷ്ടംപോലെ എമൗണ്ട് ഇവിടെ അക്കൗണ്ടിലിട്ട് വന്നായിരുന്നല്ലോ. ഭർത്താവ് മരിച്ചതിന് പിറ്റേ ദിവസം പോയി ബൈക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ പുളിങ്കൂരു ഒന്നും കൊണ്ട് കൊടുത്താലൊന്നും കിട്ടത്തില്ലല്ലോ ബൈക്ക്. കാശ് എണ്ണി കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. അതിനൊക്കെ പൈസ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഇവൾ എന്നാ ചെയ്തു? ആ കൊച്ചിനെ വളർത്തി വലുതാക്കി. ഓരോരുത്തർ കിച്ചുവിൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നതാ, നിന്നെ വളർത്തി വലുതാക്കിയില്ലേ അവള്. എന്നാ വലുതാക്കി? ആ കൊച്ചു അനുഭവിച്ച കാര്യങ്ങൾ നല്ല വ്യക്തമായിട്ട് കൊച്ചു പറഞ്ഞതല്ലേ. ഇത്രയും പറഞ്ഞിട്ട് ആർക്കും കേൾക്കത്തില്ല. പക്ഷെ രേണു പറയുന്ന എല്ലാവർക്കും കേൾക്കാം, രേണു കാണിക്കുന്ന എല്ലാവർക്കും കാണാം. ഓരോ കാര്യങ്ങൾ ഇപ്പം ഇതെല്ലാം കഴിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ വെച്ച് പിന്നെ ഇറങ്ങിയിട്ട് ഈ തമന്നയുടെ ഒരു ഇത് വീണ്ടും ഇങ്ങനെ എടുത്ത് ഓരോരുത്തരും ഇടുവാണേ. പുള്ളിക്കാരിയുടെ ശരിക്കും തമന്ന തന്നെയാണ് കേട്ടോ. നമുക്കിപ്പോൾ കാണാം, കണ്ടേച്ച് ആ തമന്നയുടെ ചിരി പറിച്ച് വെച്ചേക്കുവാണ് കേട്ടോ. ഒരു ശകലം പോലും മാറ്റമില്ല, ഒരു ഇത്തിരി പോലും. അതുപോലെ തന്നെ ഇരിക്കുന്നു ഭയങ്കരമായിട്ട്. തമന്ന എങ്ങോട്ട് പോകുന്ന അവർക്ക് പോലും ഇത്ര സൗന്ദര്യം ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത്രയ്ക്ക് അത് ആ ചിരിയിലാണ് മുഴുവൻ കിട്ടിയിരിക്കുന്നത്. ആ ചിരി പല്ല് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പോലീസുകാരൻ നേരിട്ട് കാണുന്നതെങ്ങനെയാ പറയാം. സൂപ്പർ. ചലക്കിയിട്ടുണ്ട്. ഒരു റീലുണ്ട് കേട്ടോ, അത് ഞാൻ ഇതിനകത്ത് ഇടാം. ഈ ഒരു പറയാം, നിങ്ങൾ നോക്കിയേ ആ ചിരി എത്ര കറക്റ്റാന്ന് നോക്കിയേ. തമന്നയുടെ ചിരി തന്നെയല്ലേ നോക്കിയേ, എന്നാ രസം നോക്കിയേ. ആ പല്ലാണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. മനുഷ്യർക്ക് വിവരമില്ലായ്മ ഒരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കും ഒക്കെ പറയാൻ മേലേ. പാർവതിയാന്നും ഉർവശിയാന്നും പിന്നെ എന്നാ കാവ്യമാധവനാന്നും പിന്നെ എന്നതാ മഞ്ജുവാരി, അതൊക്കെ നമുക്കും പറഞ്ഞു കിടക്കാം ഇങ്ങനെയൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ. പക്ഷേ അഭിമാനം എന്ന് പറയുന്ന ഒന്നും കൂടെ വേണം മനുഷ്യർക്ക്. നമ്മളിപ്പോൾ ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ ഓക്കെ നമുക്ക് പറയാം, ഇനി ഒരാടെ ഷേപ്പ് ഉണ്ട് നിങ്ങൾക്ക് അതുപോലെ ഇരിക്കുന്നു എന്ന് പറയാം. ഇത് ഒരു ഷേപ്പും ഇല്ലാത്തടത്ത് വന്നേച്ച് ഇങ്ങനെ കിടന്ന് ഒന്ന് ഉണക്കക്കമ്പായിട്ട് ഇരുന്ന ഉടനെ തമന്നയാവുമോ? തമന്നയുടെ ലുക്കാന്ന് കളിയാക്കി ഇപ്പൊ തമന്നെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ചേട്ടാ തിരിച്ചടി. തമന്നയുടെ ലുക്കാന്ന് കളിയാക്കി നേരിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, വീഡിയോക്കകത്തോടെ കണ്ട തമന്നയല്ല തവളയാന്ന് പറയും. 100% ഞാൻ യോജിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ചേട്ടൻ അറിയാതെ നേരിട്ട് കാണുമ്പോ എങ്ങനെയാ പറ? സൂപ്പർ അല്ലേ? അതാണ് എന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? അതിന്റെ കുട്ടൻസ് എന്താ? അതിന്റെ കുട്ടൻസ് എന്താ? കുട്ടൻസോ കെട്ടിയോ എന്നെ ഹാപ്പി ആയിട്ട് എന്തൊരു തൊലിക്കട്ടി, കാണ്ടാമൃഗം തോറ്റു. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. ഇതുപോലെ എടുത്തിട്ട് എല്ലാവരും ട്രോളുന്നുണ്ട്. എന്നിട്ടും നാണോ മാനോ ഇല്ലാതെ വീണ്ടും വന്നിരുന്നത് എങ്ങനെ പറയാൻ തോന്നുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ പയ്യൻ അവന് ഒത്തിരി നാണക്കേട് പോലെ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഈ കിച്ചുവിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ്. എനിക്ക് പുള്ളിക്കാരി ശരിക്കും പൈസ ഇവരുടെ കയ്യിൽ നിന്ന് കിച്ചു എങ്ങനെയും കൊണ്ട് കിട്ടുന്ന പൈസയൊക്കെ ഒന്ന് കൊണ്ട് കൊടുക്കണമെന്ന് ഇവർ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ആ പൈസ കിച്ചുവിൻ്റെ തന്നെ എവിടെ നിന്ന് എന്നെ കിട്ടിയാലും പുള്ളിക്കാരിക്ക് ഇഷ്ടമാണ്. എല്ലാ പൈസ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് അതിൽ കമന്നടിച്ച് വീഴും. അങ്ങനത്തെ ഒരു സ്വഭാവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ജീവിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കുക ആ ഒരു മൈൻഡല്ല. ആക്രാന്തം, ആർത്തി, ഇതൊക്കെയാണ് സാധാരണ മനുഷ്യർക്കൊക്കെ. വസ്ത്രങ്ങളോട് ആർത്തി തോന്നും, ഫുഡിനോട് ആർത്തി തോന്നും. ഇതൊക്കെ ഇവർക്ക് പൈസയോടാണ് ആർത്തി. അങ്ങനെ ആർത്തി മൂത്ത് പ്രാന്തായ മാതിരിയാണ് ഇവർ കിടന്ന് കാണിക്കുന്നത്. അതിനാണ് ഇപ്പോൾ കിച്ചു ഇപ്പോൾ സ്കൂൾ തുറക്കുമല്ലേ, അതിന് കൊണ്ടുപോയി വല്ലതൊക്കെ കൊണ്ടുപോയി കയ്യിലോട്ട് കൊടുക്കണം. ഋതപ്പന് പുസ്തകവും ബാഗും ഒക്കെ മേടിച്ച് കൊടുക്കണം. ഇതൊക്കെയാണ് ആഗ്രഹം. അത് കിച്ചു മിക്കവാറും ഇത് കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ചെയ്യാനും സാധ്യതയുണ്ട്. കാര്യം കിച്ചു എന്ന് പറഞ്ഞാൽ സുധിയുടെ കൂട്ടൊരു സ്വഭാവമാണ്. എപ്പോഴും കിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛനും എനിക്ക് നോ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പലപ്പോഴും മൗനം പാലിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഋതപ്പൻ്റെ കാര്യം പറയുമ്പോൾ കിച്ചുവിന് നോക്കും. കാര്യം സ്കൂൾ തുറക്കാറാന്ന് ബാഗും പുസ്തകമൊക്കെ മേടിച്ച് കൊടുക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് അതല്ല, ആ സ്കൂൾ തുറക്കാൻ കുറച്ച് പൈസ കൊണ്ട് കൊടുക്കാൻ പറയുന്നത് നാണമുണ്ടോ രേണു ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? എത്ര
എനിക്കറിയാമല്ലോ ഇവർക്ക് ഇത്രയ്ക്ക് ഉളുപ്പില്ലാത്തൊരു വ്യക്തിയാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഇപ്പോഴ് കാര്യം പൈസ കൊണ്ട് കിച്ചു കൊടുക്കുക. ഇവർ ഇത്രയും നാളും കിടന്ന് ഉണ്ടാക്കിയ പൈസയ്ക്ക് എന്നാ കാണിച്ചു? വീട് വെച്ചോ? അതോ സ്ഥലം മേടിച്ച് വീട് വെച്ചോ? എന്നാ ചെയ്ത്? ഇപ്പോൾ സബിനകത്ത് നല്ലൊരു തുകയല്ലേ കിട്ടുന്നത്. അതിൽ നിന്ന് ആ കുഞ്ഞിന് ഒരു പോട്ടെ ഒരു 2000 രൂപ 3000 രൂപ എടുത്ത് മാറ്റാൻ നിങ്ങൾക്കില്ലേ? അതിന് വല്ലവരും തരണം നിങ്ങൾക്ക് പുസ്തകം മേടിക്കും. ആ കുഞ്ഞു കൊച്ചിന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് ബാഗും ബുക്കും മേടിക്കാനായിട്ട് വല്ലവരും പറയണം കിച്ചുവിനോട് പൈസ കൊടുക്കുക ചെല്ലെന്നും പറഞ്ഞിട്ട്. ഞാൻ പറയുന്നത് കിച്ചു ചെല്ലരുത്. ഋതപ്പനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ആ കുഞ്ഞിനോട് സ്നേഹമുണ്ട്. ഇവിടെ തന്നെ കിടന്ന് ചിവക്ക് ഇങ്ങനെ കൊടുക്കരുതാരും. ഇഷ്ടം പോലെ ഉണ്ട് കയ്യിൽ. ഇപ്പോൾ പുള്ളിക്കാരിക്ക് ആകെപ്പാടെ അങ്ങ് ഭ്രാന്തിളകി നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കിച്ചു ഇനാഗുറേഷൻ ചെയ്യുന്നു, കിച്ചുവിനെ ഭയങ്കര സപ്പോർട്ടായിട്ട് എല്ലാവരും പറയുന്നു. നീ സുധിച്ചേട്ടനെ പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു, നീ സുധിച്ചേട്ടനെ പറിച്ചു വെച്ചേക്കുവാന്ന് പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഭ്രാന്തിയുണ്ട് പുള്ളിക്കാരിക്ക്. ആ വിഭ്രാന്തിയാണ് നമുക്ക് അതിനകത്ത് ആദ്യം കേൾക്കാൻ പറ്റിയത്. കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത പുത്രനായ മോൻ്റെ വീഡിയോയുടെ അടിയിൽ സുധിച്ചേട്ടൻ്റെ ഇളയ മോൻ്റെ കാര്യം എന്നും പറഞ്ഞെങ്കിലും വ്യക്തമായിട്ട് കാര്യം അവർ പറഞ്ഞില്ലേ, കൊല്ലം സുധിയെ പോലെ തന്നെ സുധിച്ചേട്ടനെ പോലെ തന്നെ ഇരിക്കുന്നു, നീയാണ് ഇവിടെ കയറി വരേണ്ട ആള്, നിനക്കാണ് അതിനുള്ള യോഗ്യത എന്നൊക്കെയുള്ള രീതിക്ക് അവർ സംസാരിച്ചില്ലേ. അത് കേട്ടപ്പം പുള്ളിക്കാരിക്ക് എവിടേക്കോ കൊണ്ടു. അതാണ് യഥാർത്ഥ കാര്യം ഈ ഒരു വീഡിയോയുടെ ഈ ഒരു കമൻറ്റ് എടുക്കാനായിട്ട്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമല്ല. അവർക്കിപ്പോൾ കൊച്ചിന് ബുക്ക് മേടിക്കാൻ പൈസ ഇല്ല കേട്ടോ, ഒന്നുമല്ല. അവർ ആ സുധിച്ചേട്ടൻ്റെ മോൻ എന്ന് പറഞ്ഞത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനാണ് ഇവർ വന്നിച്ചത് കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത പുത്രൻ്റെ വീഡിയോയിൽ വന്ന കമൻറ്റ്. എല്ലാം മനസ്സിലായി. ഇനി ഇത് വെളുപ്പിക്കാൻ കുറേ പേര് വരും. അവരുടെ വരവാണ് സഹിക്കാൻ പറ്റാത്തത്. ഇന്നാത്തിന് വെളുപ്പിക്കുക, തെളിവ് സഹിതമല്ലേ കൊണ്ടുവന്നിച്ച് വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇതിൽ എന്നാ വെളുപ്പിക്കാനാണുള്ളത്? ഇല്ലാത്തതൊന്നുമല്ല കൊണ്ടുവന്നിരിക്കുന്നത്. ഇവർ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ കൊണ്ടുവന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അത് കേട്ടപ്പോൾ നമുക്കൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. എന്നാണെങ്കിലും മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാവുന്നേ. അപ്പോൾ രേണു പറയുന്നത് തന്നെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കുന്നതാണ് എന്ന് പറയുന്നത് തന്നെ. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം കേട്ടോ.